കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് പരിശുദ്ധാത്മാവ് അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് അടുപ്പിക്കുന്നു. വചനത്തിലെ ദൈവമഹത്വത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പാടിന്റെ ആത്മാവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. വെളിപ്പാടിന്റെ ആത്മാവിനാൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവം നമുക്ക് ദൈവിക അനുഗ്രഹത്തിന്റെ അടയാളമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പെടുത്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ വചനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ നമുക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി നൽകുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പുത്രൻ താൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പുത്രൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ പദ്ധതിക്കകത്ത് ദൈവം നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുത്രനാം ക്രിസ്തു നമ്മെ തേടി വന്നു. 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടം തിരികെ എടുക്കുവാൻ തക്കവണ്ണം ആ ഭവനത്തിലുള്ള ആ വ്യക്തി ആ ഭവനം മുഴുവനും എന്ത് ചെയ്യുന്നു? അടിച്ചു വാരുന്നു. അങ്ങനെ ഒടുവിൽ ആ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ എന്ത് ചെയ്യുന്നു? തിരികെ കിട്ടും. അവിടെ നമുക്ക് ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? മുഴുവനും ഒന്ന് അടിച്ചു വാരൽ നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. 100 ആടിൽ 1 നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് എന്ത് ചെയ്യുന്നു? അന്വേഷിച്ചു മടക്കി കൊണ്ടുവരും. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ അതിനെ അടിച്ചുവാരലിലൂടെ മടക്കിയെടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ സന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവനുമായി ഒന്ന് ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് മടക്കി കൊണ്ടുവരുന്നതും പരിശുദ്ധാത്മാവ്. അതിനുശേഷം വീണ്ടും നമ്മളൊരു കഥ അറിയുന്നത് 2 പുത്രന്മാർ ഒരു പിതാവിൻ. അതിൽ ഒരു മകൻ മുടിയനായ പുത്രനായി അവൻ ഭവനത്തെ വിട്ടെന്ത് ചെയ്യുന്നു? ഇറങ്ങിപ്പോകും. അവിടെ നിന്ന് ചില തിക്തമായ അനുഭവങ്ങളിലൂടെ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ എന്ത് ചെയ്യുന്നു? മടങ്ങി വരും. അപ്പോൾ ഈ 3 കഥകൾ നമ്മൾ നോക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനമാണ് ഒരു വ്യക്തി രക്ഷയിലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഹല്ലേലൂയ. 100 ആടിൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ തേടിയെത്തിയ പുത്രനാം ക്രിസ്തു. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കവണ്ണം ജീവിതത്തെ മുഴുവനും ശോധന ചെയ്ത് അടിച്ചു വാരിക്കൊണ്ട് നഷ്ടബോധങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? ആ നഷ്ടബോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന നഷ്ടബോധമാണ്, അല്ലാതെ ലോകത്തിൽ മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടബോധമല്ല. ദൈവ സാന്നിധ്യം നഷ്ടമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? മുഴുവനുമായി ഒരു അടിച്ചുവാരൽ എന്നുള്ള പോലെ ഒരു ശുദ്ധീകരണം എന്ത് ചെയ്യുന്നു? നടത്തുമ്പോൾ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കപ്പെടും. അപ്പന്റെ ഭവനത്തിലേക്ക് മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും എന്ത് ചെയ്തിരിക്കുന്നു? പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു? മടങ്ങി വരുന്നു. അപ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവിക പദ്ധതി, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കകത്ത് പിതാവാം ദൈവമുണ്ട്, പുത്രനാം ക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള, ദൈവഭവനത്തിലേക്ക് മടങ്ങി വരേണ്ടുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി സദാസമയവും പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയമായ അധികാരം, പിതാവിൽ നിന്നുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ കീഴിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ ഹിതം നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിയണം എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നവരാണ്. കർത്താവേ, അവിടുത്തെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണമേ. ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിയണമെങ്കിൽ
ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നമ്മെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നമുക്കറിയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവഹിതം ചെയ്യുന്നതിലെ സന്തോഷം ഹല്ലേലൂയ നമ്മൾ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ ദൈവഹിതം ചെയ്യുന്നതിലെ സന്തോഷം അനുഭവിപ്പാൻ സാധ്യമാണ്. മനുഷ്യർ പൊതുവെ സ്വന്തമായ ഇഷ്ടങ്ങൾ ചെയ്യുന്നതിലൂടെ സമാധാനം കണ്ടെത്തുവാൻ എന്ത് ചെയ്യുകയാണ്? ശ്രമിക്കുകയാണ്. സ്വന്തം ഇഷ്ടം ചെയ്യുന്നതിലൂടെ സംതൃപ്തി കണ്ടെത്തുവാൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതാണ് സന്തോഷപൂർണത. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സമാധാനം ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നത്? ലഭ്യമാകുന്നത്. സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ, സ്വന്തം വഴികളിലേക്ക് പോകുമ്പോൾ അത് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു, അത് നാശത്തിന്റെ വഴിയാണ്. ലോകത്തിൽ നാശം സംഭവിക്കും എന്നുള്ളതല്ല, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ ഹിതം നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സ് പുതുക്കേണ്ടുന്നതിന്റെ ആവശ്യകത വളരെ ഊന്നൽ നൽകിക്കൊണ്ട് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? നമ്മെ ഓർപ്പിപ്പിക്കുന്നു. മാനസാന്തരത്തിന്റെ ആവശ്യകത വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ നമുക്ക് ബോധ്യം നൽകുന്നു. ഈ നാളുകളിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിങ്കൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന വിശ്വാസത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടുന്നതിനാണ് ജനത്തിന് താല്പര്യമുള്ളത്. വിശ്വാസത്താൽ ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ദൈവവചനം എന്ത് ചെയ്യുന്നു? ഓർപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. മാനസാന്തരപ്പെടലിന്റെ ആവശ്യകത, നാം രക്ഷിക്കപ്പെടേണ്ടുന്നതിന്റെ ആവശ്യകത, നാം വീണ്ടും ജനനം പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത, നാം ശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത, വിശുദ്ധ ജീവിതം നയിക്കപ്പെടേണ്ടുന്നതിനുള്ള ആവശ്യകത, നാം തേജസ്കരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള ആവശ്യകത, നിത്യജീവനിൽ നാം കടക്കണം എന്നുള്ളതിന്റെ ആവശ്യകത എന്നിത്യാദി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്തി കിട്ടിയാലോ അത് വിശ്വസിപ്പാൻ ജനത്തിന് എന്തല്ല? താല്പര്യമില്ലാതെ വിശ്വാസത്താൽ ലഭിക്കുന്ന നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകിലേക്കുള്ള ഒരു ഓട്ടമാണ് ആത്മീയ ലോകത്തിൽ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതിന്റെ കാരണം പ്രോസ്പെറിറ്റി ഗോസ്പൽ അഥവാ അനുഗ്രഹത്തിന്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മറ്റൊരു സുവിശേഷം, ആ മറ്റൊരു സുവിശേഷത്തിലേക്ക് ജനം എന്ത് ചെയ്യുന്നു? മറിഞ്ഞു പോയിരിക്കുന്നു എന്ന് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കുറിച്ചു വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു യേശുവിലേക്ക് എന്ത് ചെയ്യുന്നു? ജനം മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്താൽ ലഭിക്കുന്ന നശിച്ചു പോകുന്ന ഭൗമികമായ നന്മകളും അനുഗ്രഹങ്ങളുടെയും പുറകിലേക്ക് പോകുമ്പോൾ അതിലേക്കുള്ള സുവിശേഷീകരണത്തിലേക്ക് വ്യക്തിജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ കള്ളയിടയന്മാരായിട്ടും കള്ള അപ്പോസ്തലന്മാരായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയും പൗലോസ് അവിടെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പ്രസംഗിച്ചാൽ അവൻ എന്താണ്? ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഈ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അനുതാപം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസാന്തരം പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷിക്കപ്പെടൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യം കാണുകയില്ല. വിശുദ്ധ ജീവിതം നയിക്കേണ്ടുന്നത് ആവശ്യമായ കാര്യമാണ്. ക്രൂശിന്റെ വചനം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ മാനസാന്തരത്തിന്റെ ആവശ്യകത തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പിലോട്ട് പോകുമ്പോൾ നിത്യജീവന്റെ വഴി അടയപ്പെടുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ജീവന്റെ മാർഗം ഞാൻ നിനക്ക് എന്ത് ചെയ്യും? കാണിച്ചു തരും. ആ ജീവന്റെ മാർഗത്തിലേക്ക് കാൽച്ചുവടുകളെ വെച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 1-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള
ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്താണെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതുപോലെ തന്നെ ദൈവഹിതം ഇന്നത് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ഇവിടെ ശരീരങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്ത് വ്യാപരിക്കണം? ജീവനും വിശുദ്ധിയും. ജീവൻ അകത്ത്, നമ്മുടെ ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും? വിശുദ്ധി ഉണ്ടാവും. സ്വാഭാവികമായ ജീവൻ അകത്ത് ഉള്ളതുകൊണ്ടും സുബോധമുള്ളത് കൊണ്ടും ശരീരത്തെ എന്ത് ചെയ്യുന്നു? വൃത്തിയായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. കുളിച്ചും നനച്ചും വൃത്തിയായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. കാര്യം അകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. മാത്രമല്ല സുബോധവും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. സുബോധമില്ലാത്തവർ എന്ത് ചെയ്യുന്നില്ല? മാനസികമായ വിഭ്രാന്തിയുള്ളവർ നമ്മൾ റോഡിലൊക്കെ കാണാറുണ്ട്. അവർ കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല. അവരുടെ വസ്ത്രവിധാനങ്ങളോ രീതി എല്ലാം മുഷിഞ്ഞതാണ്. കാരണം അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അകത്ത് ജീവനുണ്ടെങ്കിലും സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആത്മീയ മണ്ഡലത്തിലും അകത്ത് ദൈവത്തിന്റെ ജീവനും സുബോധത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ പുറത്ത് നിങ്ങളുടെ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നനച്ചും കുളിച്ചും ഉടുത്തും നടക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ശരീരം എന്നവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളിലും ആ വെടിപ്പ് എന്ത് ചെയ്യും? ഉണ്ടാകും. ആ വിശുദ്ധി എന്ത് ചെയ്യും? ഉണ്ടാകും. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ സോളിലും, നിങ്ങളുടെ മനസ്സിലെ വിചാര വികാര ഇച്ഛാശക്തികളിൽ ആ വിശുദ്ധി എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പോൾ അകത്ത് ജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന ജീവൻ അകത്ത് ഉണ്ടെങ്കിൽ അതിന്റെ മാനിഫെസ്റ്റേഷൻ ശരീരത്തിലുണ്ടാകും. ശരീരത്തിലുണ്ടാകും എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു. 5 ഇന്ദ്രിയങ്ങളിലുണ്ടാകും, ദേഹിയിലുണ്ടാകും, മനസ്സിലും വിചാരങ്ങളിലും വികാരങ്ങളിലും ഇച്ഛാശക്തിയിലും ആ വിശുദ്ധി ഉണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന രീതിയിൽ ആ വ്യക്തി ജീവിതത്തിന്റെ മനസ്സിനും വികാര ഇച്ഛാശക്തികളിൽ ആ വിധേയത്വം എന്ത് ചെയ്യും? ഉണ്ടാകും. വിധേയത്വം ഉണ്ടെങ്കിൽ കർത്താവിന്റെ മഹിമ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വെളിപ്പെടും. അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തികളിലും അവരുടെ ചിന്തകളിലും ഒരു ഡിവൈനിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആത്മാവിന്റെ ചിന്ത ജീവൻ സമാധാനവും. ആത്മീയം ഇരിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ജീവന്റെ ആത്മാവിന്റെ പകർച്ച ഉണ്ടാകും. ആത്മാവിന്റെ ചിന്ത, ജീവൻ, നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നൽകുന്നു. ജീവനും ദൈവത്തോടുള്ള സമാധാനവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആത്മമണ്ഡലത്തിലെ നമ്മളുടെ ചിന്തയിലാണ്. ജഡത്തിന്റെ ചിന്ത തരുന്ന ഒരൊറ്റ ഉൽപ്പന്നമാണ് മരണം എന്ന് പറയുന്നത്. 2ാം മരണം, നിത്യമായ മരണം. എന്നാൽ ആത്മാവിന്റെ ചിന്തയോ നിത്യജീവനെ നൽകുന്നു. അപ്പോൾ ആത്മീയം ഒരു വ്യക്തിയുടെ ജീവിതത്തെ, അവന്റെ ചിന്തയെ ശോധന ചെയ്താൽ അറിയാൻ കഴിയും. അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് എന്ത് ചെയ്യുന്നു? അറിയുന്നു. ആത്മാവിന്റെ ചിന്ത എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണം. ഹൃദയത്തിന്റെ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നോക്കിയാൽ മതി. ആത്മാവിന്റെ ചിന്ത എന്തെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ കഴിയും. ഹൃദയത്തിന്റെ പോക്ക് എന്ന് പറയുന്നത്, ഹൃദയം എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? വൈകാരിക മണ്ഡലം. നമ്മളുടെ ഇമോഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? എന്തിലേക്കാണ് പോകുന്നത്? ദൈവത്തിങ്കിലേക്കാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി വിട്ട് മറ്റെങ്ങോട്ടാണോ? ജീവന്റെ മാർഗത്തിലേക്കാണോ ആപത്തിന്റെ മാർഗത്തിലേക്കാണോ? ഹൃദയത്തെ ശോധന ചെയ്യുന്നവന് ദൈവത്തിന്റെ ചിന്ത എന്തെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ കഴിയും. ഹൃദയാന്തർഭാഗത്തിൽ ദൈവം അനുതാപത്തിന്റെ അനുഭവം നമുക്ക് തരുമ്പോൾ, ആഴമായ മാനസാന്തരം നമുക്ക് തരുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയാണ്. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. നമ്മൾ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, ദൈവവചനം ധ്യാനിക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാൻ നമ്മൾ ഇരിക്കുമ്പോൾ,
നമ്മൾ ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വചനത്തിലൂടെ ദൈവത്തെ കാണും. വചനത്തിലൂടെയാണ് ദൈവം വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവാണ് അത് വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങളുടെ ശരീരങ്ങൾ എന്ത് ചെയ്യുവിൻ? സമർപ്പിക്കുമ്പോൾ അകത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കും. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം, സമർപ്പണം. അകത്തെന്ത് വേണം? ജീവൻ. ആരാധിക്കുന്ന വ്യക്തി ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം എന്ന് സാരം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മൾ കടന്നു വരണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ആയിരിക്കണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടല്ല ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇരിക്കാൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ എന്ത് ചെയ്യണം? അകത്ത് ജീവൻ ഉണ്ടാകണം. അതാണ് ദൈവത്തിന് എന്തുള്ളത്? പ്രസാദം എന്ന് വചനം പറയുന്നു. ജീവനും പുറത്തെന്തുണ്ട്? വിശുദ്ധിയും. അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ ദേഹീ തലത്തിൽ എന്തുണ്ടാവും? ശുദ്ധീകരണം ഉണ്ടാവും. അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ 5 ഇന്ദ്രിയങ്ങളിൽ എന്തുണ്ടാവും? വിശുദ്ധീകരണം ഉണ്ടാവും. അപ്പോൾ മാനസാന്തരം എന്നുള്ള അനുഭവമാണ് വളരെ പ്രാധാന്യം. ദൈവത്തെ നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ മാനസാന്തരപ്പെടണം. കർത്താവ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള വ്യക്തിയെ കുറിച്ച് പറയുന്ന ഉപമയിൽ ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയും ബുദ്ധിയുള്ള വ്യക്തിയെയും കുറിച്ച് താരതമ്യം ചെയ്യുന്നു. ബുദ്ധിയില്ലാത്തവൻ എന്ത് ചെയ്യുന്നു? മണലിൽ വീടെന്ത് ചെയ്യുന്നു? പണിയുന്നു. ബുദ്ധിയുള്ളവൻ ആഴെ കുഴിച്ച് പാറമേൽ. സ്വാഭാവികമായിട്ട് ഈ കാര്യം ചിന്തിക്കുമ്പോൾ എവിടെയോ വലിയൊരു പാറക്കെട്ട് എന്ത് ചെയ്യുന്നു? ഒറ്റ പാറ ഇരിക്കുന്നു, അതിന്റെ മുകളിൽ കൊണ്ട് എന്ത് ചെയ്തു? വീട് വെച്ചു. അതാണ് ബുദ്ധിയുള്ളവൻ. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ബുദ്ധിയുള്ളവൻ ആഴെ കുഴിച്ചു പോയി അവിടെ പാറക്കെട്ട് എന്ത് ചെയ്തു? കണ്ട് അവിടെ നിന്ന് പില്ലർ അടിച്ച് എന്ത് ചെയ്യുന്നു? വീട് പണിയുന്നു. വലിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്തിൽ പൈലിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കുഴിച്ച് താഴെ പോയിട്ട് പാറയിൽ നിന്ന് കമ്പി കെട്ടി വാർത്തെടുത്താണ് എന്ത് ചെയ്യുന്നത്? കോളം അടിച്ച് മേളിൽ കയറി ബിൽഡിങ്ങിന് എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. 20, 30, 40 നിലയൊക്കെ എന്ത് ചെയ്യുന്നു? പണിത് കൊണ്ടുപോകുന്നു. അതിന്റെ അടിസ്ഥാനം എവിടെ പോയിരിക്കുന്നു? ആഴെ കുഴിച്ചു പോയി ഭൂമിക്കടിയിലെ പാറയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അടിസ്ഥാനം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എവിടെയോ ഭൂമിയുടെ പരപ്പിന്റെ മുകളിൽ ഒരു പാറ കണ്ടപ്പോൾ അതിന്റെ പുറത്ത് വീട് കൊണ്ടുവച്ചു എന്നല്ല, ആഴെ കുഴിച്ച് പാറ കാണാം. ഇവിടെ പാറ എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതും പഴയ നിയമത്തിൽ അത് ക്രിസ്തുവിനെ പാറയായിട്ട് എന്ത് ചെയ്യുന്നു? പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു എന്ന് പറയും. അപ്പോൾ ഇവിടെ ആഴെ കുഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമായ മാനസാന്തരം ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നമ്മൾ അനുതപിച്ചും മാനസാന്തരപ്പെട്ടും ആഴെ കുഴിച്ചു പോകുമ്പോൾ അവിടെ നമ്മൾ ക്രിസ്തുവിനെ കാണും. അവിടെ നമ്മൾ ക്രിസ്തുവെന്ന പാറയെ കാണും. ക്രിസ്തുവെന്ന പാറ കാണുന്നത് വരെ ആഴെ കുഴിച്ചുകൊണ്ടിരിക്കണം. ആഴമായി മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം, അനുതപിച്ചു കൊണ്ടിരിക്കണം, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ആഴെ കുഴിച്ച് ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ ദൈവ വചനമെന്ന പാറ, ക്രിസ്തുവെന്ന പാറ നമുക്കവിടെ കാണാനായിട്ട് എന്ത് ചെയ്യും? ആ പാറമേൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മൾ പണിയപ്പെടുന്നത് എറ്റേണിറ്റിയിൽ നിലനിൽക്കുന്ന ഒരു അനുഭവം ആ വ്യക്തി ജീവിതത്തിനുണ്ടാവും. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന വീട് നിലനിന്നു. എപ്പോൾ നിലനിന്നു? വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, മൺമഴ ചൊരിഞ്ഞു, അതവിടെ നിന്നു. ഇവിടെ വെള്ളം പൊങ്ങി എന്ന് കാണിക്കുന്നത് പാതാളത്തിന്റെ ശക്തികൾ എത്ര അതിശക്തിയോടുകൂടി ആ വ്യക്തി ജീവിതത്തെ തകർക്കുവാൻ ശ്രമിച്ചാലും അതങ്ങനെ തന്നെ നിലനിർത്തിച്ചു. അതാണ് പറഞ്ഞത്, വെള്ളം പൊങ്ങി, നദികൾ പൊങ്ങി, കീഴേ നിന്ന് നദികൾ പൊങ്ങി. പാതാള ശക്തികൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ പദ്ധതിയിടും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാറ്റടിച്ചു. കാറ്റെന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൽ ജീവിക്കുന്നത് നിമിത്തമുള്ള ലോകത്തിൽ നിന്നുള്ള കാറ്റെന്ത് ചെയ്യും? ബഹുവിധമായ രീതിയിൽ ഒരു വ്യക്തി എന്ത് ചെയ്യും? ആഞ്ഞടിക്ക് ശാരീരികമായ ക്ലേശങ്ങളോ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളോ മറ്റ് ബഹുവിധമായ രീതികളിലെ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി സംബന്ധമായ വിഷയങ്ങളായിക്കോട്ടെ, അങ്ങനെ കാറ്റടിക്കും ഈ ലോകത്തിൽ നിന്ന്.
പിന്നെ മൺമഴ ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം ചില കാര്യം എന്ത് ചെയ്യും, മകളിൽ നിന്ന് ഇങ്ങോട്ട് അനുവദിക്കും. അപ്പോൾ ആഴെ കുഴിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ വിഷയം എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. നദികൾ പൊങ്ങി വരുന്ന വിഷയത്തെ ആ വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. ഈ ലോകത്തിൽ നിന്ന് നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. ദൈവം അനുവദിക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വചനമെന്ന പാറയിൽ, അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറയിൽ. അങ്ങനെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആഴമായ രീതിയിലെ മാനസാന്തരം, അല്പമായ മാനസാന്തരം കൊണ്ട് പാറമേൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അടിസ്ഥാനം ഇടാൻ പറ്റത്തില്ല. അങ്ങനെ അല്പമായ മാനസാന്തരം ഉണ്ടെങ്കിൽ വചനത്തിൽ നമ്മൾ കാണുന്ന മണലിന്റെ പുറത്ത് കൊണ്ട് വീട് വെക്കുന്നത് പോലെ എന്ത് ചെയ്യും, ഇരിക്കും. അത് കാറ്റടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും, ചാഞ്ചാട്ടം ഉണ്ടാകും, മറിഞ്ഞു വീഴും. ഒരു വിശ്വാസ ജീവിതം ദൈവസന്നിധിയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം ആത്മാവിന്റെ നങ്കൂരമായി ക്രിസ്തുവിൽ നമ്മൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ നിത്യതയിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ അകത്ത് എന്ത് വേണം, ജീവൻ ഉണ്ടാകണം. കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ജീവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ് ഉണ്ടാകണം. അതുണ്ടാകാനുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തെക്കാൾ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ് ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ത് ചെയ്യണം, ഒരു വ്യക്തി ജീവിതത്തിന് ഉണ്ടാകണം. ആ നീരുറവ അവന്റെ ജീവനെ കൊണ്ട് നിത്യതയിൽ കടക്കും. അവന് നിത്യജീവനിലേക്കുള്ള വാസന ഉണ്ടാകും. വചനത്തിൽ അത് കാണുന്നുണ്ട്. ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന, ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. അത് അവന്റെ വാസനയാണ്. അതിൽ നിന്ന് അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ആ ജീവന്റെ വാസന നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. അത് പ്രാപിക്കുവാനുള്ള താല്പര്യം എന്ത് ചെയ്യണം, ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്, ഈ ലോകത്തോട് അനുരൂപമാകാതെ. അപ്പോൾ ഈ ലോകത്തോട് അനുരൂപമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ലോകത്തോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു കൾച്ചറും ലോകത്തിന്റെ ഒരു സിസ്റ്റമും ലോകത്തിന്റെ ആ സംസ്കാരം, അത് പാപത്തിന്റെ വഴിയിലേക്ക്. ഏദൻ തോട്ടത്തിൽ നിന്നും നമ്മൾ ആത്മീയ മണ്ഡലത്തിൽ വീഴ്ചകൾ വന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നാമതുണ്ടായ കാര്യം എന്താണ്, നിഗളം. ലോകത്തിന്റെ സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നിഗളമാണ്, അനുസരണക്കേട്. ലോകത്തിന്റെ സിസ്റ്റം ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ അസൂയയിൽ നിന്നും കയ്യിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായി, അസൂയ. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അസൂയ. അസൂയയിൽ നിന്നുണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, ഭിന്നത ഉണ്ടാകും. 4 പേര് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് ദോഷങ്ങൾ എന്ത് ചെയ്യുന്നു, സംസാരിക്കുക. ലോകത്തിന്റെ സിസ്റ്റമാണ്. അസൂയയിൽ നിന്നുണ്ടാകുന്ന വിഷയം, മറ്റു പാപപ്രവർത്തികൾ നിന്നുണ്ടാകുന്ന കുശുമ്പും കുന്നാമ്പും ഇതൊക്കെ പറയുന്നത് എന്താണ്, അതൊക്കെയാണ് ലോകത്തിന്റെ ദൈവമില്ലാത്ത അനുഭവം ഉള്ളവർക്ക് ഉണ്ടാകുന്ന കാര്യം. അതിൽ നിന്ന് ദൈവജനം എന്ത് ചെയ്യണം, വിടുതൽ പ്രാപിക്കണം. ലോകത്തോട് നിങ്ങൾ അനുരൂപമാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ ചെവി എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്, ദൈവത്തിന്റെ ജീവനുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. വിശുദ്ധീകരണം, അതിന്റെ പൂർത്തീകരണത്തിൽ നിത്യജീവൻ അവകാശമാക്കുവാനുള്ള കാര്യങ്ങൾ ആത്മാവിന്റെ ഫലത്തിലേക്കാണ് ദൈവജനം എന്ത് ചെയ്യേണ്ടത്, തിരിഞ്ഞു വരാനുള്ളത്. അവരെ കുറിച്ചും ഇവരെ കുറിച്ചും അപ്പുറത്തുള്ളവരെ കുറിച്ചും ഇപ്പുറത്തുള്ളവരെ കുറിച്ചൊന്നും നമ്മൾ ദൈവമക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ജീവനുമായിട്ട് ബന്ധം പുലർത്തേണ്ടുന്നതിന് അനുദപിക്കേണ്ടതിൻ്റെതും മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അപ്പോൾ ഈ ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതത്തിന്റെ 3 വശങ്ങളാണ് നന്മയും പ്രസാദവും പൂർണ്ണതയും. നന്മ ആർക്കുള്ളതാണ്, ദൈവം നമുക്ക് തരുന്ന നന്മയാണ്. ദൈവഹിതത്തിനകത്തുന്നുണ്ട് നമുക്ക് ലഭ്യമാകുന്ന നന്മയുണ്ട്. രണ്ടാമത് പ്രസാദമുണ്ട്. ഇവിടെ പ്രസാദം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തോട് പ്രസാദിക്കുന്നു എന്നുള്ളതല്ല, ദൈവം പ്രസാദിക്കണം. ദൈവം എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ദൈവം പ്രസാദിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്, പൂർണ്ണതയുള്ളൂ. ദൈവഹിതത്തിന്റെ 3-ാമത്തെ വശം എന്താണ്, അതിൽ പൂർണ്ണത കാണും. മനുഷ്യന്റെ ഹിതം എന്ത് തന്നെ ആയിരുന്നാലും അതിനകത്ത് എന്ത് കാണത്തില്ല, പൂർണ്ണത കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിൽ എന്തുണ്ട്, പൂർണ്ണതയുണ്ട്. അപ്പോൾ
എനിക്ക് നന്മയായുള്ളതും ദൈവത്തിന് ഞാൻ നിമിത്തം അങ്ങോട്ട് ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവം എനിക്ക് നൽകുന്ന നന്മയിൽ അത് പൂർണ്ണമായ അംശം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സെന്ത് ചെയ്യണം? പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന്റെ ഹിതം എന്താണ്? ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നവർക്കുള്ള വചനമാണ്. അപ്പോൾ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? മാനസാന്തരപ്പെടുക, അനുതപിക്കുക, പാപം ഏറ്റുപറയുക. ഏറ്റുപറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തരുത്. ഏറ്റുപറഞ്ഞിട്ട് ഉപേക്ഷിക്കണം. ആ ഉപേക്ഷിക്കുന്നതിലാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. പാപം ഏറ്റുപറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. പക്ഷെ ഏറ്റുപറഞ്ഞതിന് ശേഷം വീണ്ടും ആ പാപം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല. ഏറ്റുപറഞ്ഞ പാപം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പോൾ മാനസാന്തരം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന അനുഭവം എല്ലാ വിശ്വാസികൾക്കും. പക്ഷെ ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സുവിശേഷത്തിൽ വിശ്വസിക്കും. സുവിശേഷത്തിൽ സംഭവകഥകൾ ആവർത്തിച്ച് നടക്കപ്പെടേണ്ടുന്നതിന് ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ട് രോഗത്തിന് ശമനം ഉണ്ടാകത്തില്ലേ? അല്ലെങ്കിൽ സൗഖ്യം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. പക്ഷെ മാനസാന്തരപ്പെടാതെ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ലോകത്തിലെ വിശ്വാസം നിമിത്തം ഉള്ള അനുഗ്രഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാകും. പക്ഷെ നിത്യതയിൽ ആ അനുഗ്രഹം കൊണ്ട് എത്തിച്ചേരാൻ എന്ത് ചെയ്തില്ല? സാധ്യമല്ല. മാനസാന്തരപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മാനസാന്തരപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസം കഴമ്പുള്ള വിശ്വാസമാണ്. അവിടെ വായിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം എന്ത് ചെയ്തിരിക്കുന്നു? സമീപിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കാലം തികഞ്ഞു എന്നല്ല, കാലം തീർന്നു. കാലം തികഞ്ഞു എന്ന് അന്ന് എന്ത് ചെയ്യുക? 2000 വർഷം പുറകിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ കാലം എന്ത് ചെയ്തിരിക്കണം? അതിന്റെ അവസാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? എത്തിയിരിക്കുന്നു. അപ്പോൾ എത്ര അധികം നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പൊ മാനസാന്തരത്തിന്റെ പ്രസക്തി വളരെ പ്രധാനമാണ്. പ്രവാചകന്മാരുടെ ശുശ്രൂഷകൾ നമ്മൾ നോക്കുമ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ, കർത്താവിന്റെ പ്രസംഗത്തിന്റെ കേന്ദ്ര വിഷയവും മാനസാന്തരമായിരുന്നു. പഴയ നിയമത്തിലെ ഭക്തന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ദൈവത്തിങ്കിലേക്ക് ജനത്തെ അടുപ്പിക്കേണ്ടുന്നതിന് അവരുടെ ശുശ്രൂഷയുടെ കേന്ദ്ര വിഷയം എന്തായിരുന്നു? മാനസാന്തരം. നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുവിൻ? തിരിവിൻ. ഇതായിരുന്നു സന്ദേശം. ഏദൻ തോട്ടത്തിലും ദൈവത്തിന്റെ സന്ദേശം എന്താണ്? ആദാമേ, നീ എവിടെ? നീ മടങ്ങി വരിക. സുവിശേഷം എന്ന് പറയുന്നതും ജനം എന്ത് ചെയ്യുക? അവരുടെ പാപങ്ങളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുക? മടങ്ങി വരിക. ആ മടങ്ങി വരവ് വളരെ പ്രാധാന്യമുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കത് നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. വിശ്വസിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ള രീതിയിൽ വിശ്വാസത്തെ കൂടുതലായി ബൂസ്റ്റ് ചെയ്തും വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവത്തെ അനുഗമിച്ചാൽ, ഇവിടെ വചനം പറയുന്നു, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നടന്ന പട്ടണങ്ങൾ കർത്താവ് നോക്കുമ്പോൾ ജനം എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെടായാൽ ദൈവത്തിന് അവിടെ താല്പര്യം കുറഞ്ഞു. എന്നാലും ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ശാസിച്ചു. അപ്പോൾ വീര്യപ്രവൃത്തികൾ അധികമായി നടന്നാലും ജനം എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെടുന്നില്ല. അവർക്ക് എന്ത് മതി? അത്ഭുതങ്ങൾ മതി, അടയാളങ്ങൾ മതി, വീര്യപ്രവൃത്തികൾ നടന്നാൽ മതി. ജനം എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെടുന്നില്ല. അപ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? അത്ഭുതങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് ജനം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അവിടെ മാനസാന്തരത്തിന്റെ പ്രസക്തിയാണ് നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുന്നത്? കഴിയുന്നത്. വിശ്വാസത്താൽ അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ മാനസാന്തരത്തിലാണ് പാപമോചനം ഇരിക്കുന്നത്. മാനസാന്തരപ്പെടാത്ത ആർക്കും പാപമോചനം എന്ത് ചെയ്യത്തില്ല? ലഭിക്കത്തില്ല. പാപം നിമിത്തം ആത്മാവിനെ പിശാച് വേട്ടയാടുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ആ വേട്ടയാടുന്ന അനുഭവത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. ആ വേട്ടയാടപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് അവന് വിടുതൽ ഉണ്ടാകണമെങ്കിൽ അനുതപിച്ചുകൊണ്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി
പിശാചിന്റെ വേട്ടയിൽ നിന്ന് അവൻ രക്ഷപ്പെടുക. വിശ്വസിച്ചാൽ ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഈ വേട്ടയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. പിശാചിന്റെ വേട്ടയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് നിന്റെ കാൽച്ചോട് വയ്ക്കുമ്പോൾ പിശാച് ഹല്ലേലൂയ അവിടെ പരാജയപ്പെടുക. അപ്പോൾ വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളതിനപ്പുറമായി മാനസാന്തരത്താൽ ലഭിക്കുന്ന പാപമോചനത്തിന് ജനം എന്ത് ചെയ്യണം, പ്രാധാന്യം എന്ത് ചെയ്യണം, കൊടുക്കണം. ഏതിനാണ് ജനത്തിന് കൂടുതൽ താല്പര്യം? വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും വിശ്വസിച്ചാൽ. പക്ഷെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പാപമോചനം എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. മാനസാന്തരപ്പെടണം. സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. അപ്പോൾ വിശ്വാസം നമുക്ക് ആവശ്യമാണ്, എന്നാൽ മാനസാന്തരം വളരെ പ്രാധാന്യമാണ്. പാപമോചനം വളരെ പ്രാധാന്യമാണ്. ശുദ്ധീകരണം വളരെ പ്രാധാന്യമാണ്. ആത്മീയ ജീവിതത്തിൽ ഇതൊക്കെയും പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നതാണ്, ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എന്ത് ചെയ്യണം, എടുക്കണം. ഇല്ലാത്ത പക്ഷം ആത്മീയ ജീവിതം മുമ്പിലോട്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നടക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏക വഴി മാനസാന്തരമാണ്. ദൈവ സാന്നിധ്യം കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏക വഴി മാനസാന്തരമാണ്. ദൈവത്തിന്റെ ആലോചന കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏക വഴി മാനസാന്തരം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നും ദൈവ സാന്നിധ്യം ഇന്നലെയേക്കാൾ എനിക്ക് ഇന്ന് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം മാനസാന്തരം. ചിന്താമണ്ഡലത്തിലെ വീഴ്ചകൾക്ക് മാനസാന്തരം ഉണ്ടാകണം. വിചാരമണ്ഡലങ്ങൾ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം. ഇച്ഛാശക്തി വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കുന്നത് ഇച്ഛാശക്തി, നമ്മുടെ തീരുമാനങ്ങൾ എടുത്തതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അനുദപിച്ച് മാനസാന്തരപ്പെടണം. നമ്മുടെ വികാരമണ്ഡലങ്ങളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. നമ്മുടെ വാക്കുകളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മുടെ പ്രവൃത്തികളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. ദൈവാത്മാവിനാൽ നിയന്ത്രിതമാകപ്പെടുന്ന ഒരു മനസ്സും വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയും ഹല്ലേലൂയ ആത്മാവിന്റെ ഫലം വെളിപ്പെടും വണ്ണം സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും സ്വയനിയന്ത്രണവും ഉണ്ടാകണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ആ വ്യക്തി വരണമെങ്കിൽ മാനസാന്തരം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തെ എനിക്ക് ഈ പോയ വർഷത്തേക്കാൾ കൂടുതൽ എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏക വഴി മാനസാന്തരമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാവരും, പക്ഷേ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ദൈവവചനത്തിലൂടെ അവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആര് മാനസാന്തരപ്പെടണം? ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 17-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം പറയുന്നു, അറിയില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. അറിവില്ലായ്മയുടെ കാലത്തെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യമാക്കുന്നില്ല. അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മളുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യമാക്കാതെ ദൈവം അതെന്ത് ചെയ്യുന്നു, ക്ഷമിക്കുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. ആരൊക്കെ മാനസാന്തരപ്പെടണം? ചിലര് മാത്രമല്ല, എല്ലാവരും എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. ഒരു സഭയിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ ആ സഭ സ്വർഗീയ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും, നിറയും. മാനസാന്തരത്തിന് തക്ക ഫലം എന്ത് ചെയ്യുവിൻ, കായ്പിൻ. വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ മാനസാന്തരം ഉണ്ടാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എന്ത് ചെയ്യണം, സംഭവിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം ഉണ്ടാവും. ആ ബോധ്യം ലഭിക്കാത്ത ഒരു വ്യക്തിയും മാനസാന്തരപ്പെടില്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കണം, ആ വ്യക്തിയിൽ എന്ത് വ്യാപരിക്കുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ ശുശ്രൂഷയാണ് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ദൈവാത്മാവിനാൽ അല്ലാതെ മാനസാന്തരപ്പെടുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്നത് ദൈവാത്മാവിനാലാണ്.
ഈ കാലഘട്ടത്തെ നമ്മൾ നോക്കുമ്പോൾ മാനസാന്തരത്തെ ജനത്തിന് താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, എത്തിച്ചേർന്നിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം 3-4 വാക്യത്തിൽ വരുമ്പോൾ അവർ പത്യോപദേശം പൊറുക്കാതെ, ജനത്തിന് പത്യോപദേശം എന്തല്ല താല്പര്യമല്ല. ഈ പഥ്യം, ഈ ചില നാട്ടുവൈദ്യന്മാർ പഥ്യം കൊടുക്കും. മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് മാത്രമല്ല, ആ മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം കൂടെ പറയും. ഇന്ന മരുന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഉപ്പില്ലാതെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ കഴിക്കാൻ. നിങ്ങൾ അതിൽ വെജിറ്റബിൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇറച്ചി മുട്ടയൊന്നും എന്ത് ചെയ്യരുത്, കഴിക്കാൻ പാടില്ല. ഈ മരുന്ന് തീരുന്നവരെ നിങ്ങൾ വെള്ളം, ഇത്ര ഗ്ലാസ് വെള്ളമേ ഒരു ദിവസം എന്ത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പക്ഷേ 1/2 ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ. വൈദ്യരൊക്കെ പറയും, പഥ്യവചനം കൊടുക്കുന്നു. ചില മരുന്ന് എടുക്കുന്ന സമയത്തിൽ അവർ പറയുന്നത് കുളിക്കാൻ കൂടി എന്തില്ല, പാടില്ല. ഈ പഥ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് എടുത്തു എന്നുള്ളത് കൊണ്ട് കാര്യമാവുന്നില്ല. ആ വ്യക്തി ചിലപ്പോൾ ജീവൻ വരെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടതിരിക്കും. അതാണ് അതേ കാര്യമാണ് പൗലോസ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ തരുന്ന വചനം എന്താണ്? പഥ്യം. ഇവിടെ പറയുന്ന പഥ്യം ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വചനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ പഥ്യവചനം നിങ്ങൾക്ക് തരുമ്പോൾ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് എന്ത് ലഭിക്കണം? നിങ്ങളുടെ ജീവൻ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത്. ലോകത്തിലെ ജീവനല്ല, നിത്യജീവൻ. നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വചനത്തിലെ പഥ്യവചനം എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ഇന്ന് ജനത്തിന് എന്തല്ല, പഥ്യവചനം താല്പര്യമല്ല. അവിടെ ആ വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ പഥ്യോപദേശം എന്ത് ചെയ്യുന്നില്ല, പൊറുക്കാതെ. അവർക്ക് യാതൊരു കാരണവശാലും ഈ പഥ്യവചനം എന്ത് താല്പര്യമില്ല. താല്പര്യമില്ല എന്നുള്ള മാത്രമല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല, പൊറുക്കത്തില്ല. ഈ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ പഥ്യവചനം അവർക്ക് എന്തുണ്ടാക്കി, ആഴമായ മുറിവ് എന്ത് ചെയ്തു, ഉണ്ടാക്കി. അതുകൊണ്ട് ആ മുറിവ് എന്ത് ചെയ്യുന്നില്ല, പൊറുക്കുന്നില്ല. ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശുശ്രൂഷ ഏറ്റ വ്യക്തിക്ക് എന്തുണ്ടായി, മുറിവ്. ഈ മുറിവ് ആർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റത്? അവർ കൊണ്ട് നടക്കുന്ന പിശാചാണ് എന്ത് ചെയ്യുന്നത്, മുറിവേറ്റിരിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് എന്താണ്, അവർക്കാണ് മുറിവേറ്റിരിക്കുന്നത്. അവർ ആ കാര്യം പൊറുക്കാതെ എങ്ങോട്ട് പോവും, കർണരസമാകുമാറും. കർണരസം എന്ന് പറഞ്ഞാൽ എന്താ, ചെവിക്ക് ഇൻപമുള്ള രീതിയിലെ ശുശ്രൂഷ ജനത്തിന് എന്താണ്, താല്പര്യം. കർണരസമാകുമാറ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനം എന്ത് ചെയ്യും, നിൽക്കും എന്നുള്ള കാര്യം അവർക്കും അറിയാം. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം പ്രസംഗിക്കും. ഒരാൾ എന്ത് താല്പര്യത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ വരുന്നത് എന്ന് നേരത്തെ കണ്ടിട്ട് എന്ത് ചെയ്യും, അവർക്ക് അത് ലഭ്യമാകുമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പ്രസംഗിക്കും. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യവചനത്തിന് ചെവിക്കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഇന്ന് പലപ്പോഴും ശുശ്രൂഷകളെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കഥാപ്രസംഗം നടത്തുന്നിടത്താണ് ആൾക്കാർക്ക് ഇരിക്കാൻ കൂടുതൽ ഇഷ്ടം. പഥ്യവചനം പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് എന്തല്ല, താല്പര്യമില്ല. ഒത്തിരി ആൾക്കാർ വലിയ രീതിയിൽ വലിയ ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നതെന്നാണ് അവരുടെ ധാരണ. ആ സമൂഹത്തിന്റെ ഇടയിൽ ചിലർ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ ആത്മീയ കഥാപ്രസംഗമാണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. പഥ്യവചനമല്ല എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സത്യവചനമല്ല എന്ത് ചെയ്യുന്നത്, പറയുന്നത്. രക്ഷയെക്കുറിച്ചിട്ടുള്ള വചനമല്ല പറയുന്നത്. ക്രൂശിന്റെ വചനമല്ല എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നീതീകരണം പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഒരു തേജസ്കരണം നമുക്കുണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എടുക്കപ്പെടുന്ന മണവാട്ടി സഭയുടെ ശുദ്ധീകരണത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കെട്ടുകഥ കേൾക്കുന്ന കാലം വരും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തലമുറ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മാനസാന്തരത്തെ പ്രാധാന്യം വച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയും. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ ആലോചനയുടെ ശബ്ദം നമുക്ക് വെളിപ്പെടും. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം നമ്മളിലേക്ക് വ്യാപരിപ്പിക്കും. വ്യാഖ്യാനത്തിൻ്റെ വരം നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരും. ആത്മാവിൻ്റെ ഫലം നമ്മൾ വ്യാപരിക്കും. കൃപാവരങ്ങൾ നമ്മൾ വ്യാപരിക്കും. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടും. നിത്യതയിൽ നമ്മൾ ചേർക്കപ്പെടും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ എന്തിനാണ് ദൈവസന്നിധിയിൽ വരുന്നത്? ചിലർ വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, വരുന്നു. പക്ഷെ ദൈവത്തെ അവകാശമാക്കണമെങ്കിൽ മാനസാന്തരപ്പെടാതെ ദൈവത്തെ അവകാശമാക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല.
കർത്താവ് നമ്മിൽ എന്നും അധിവസിക്കണമെങ്കിൽ എന്നും നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നും മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയോട് കൂടെ ദൈവം എന്ത് ചെയ്തില്ല? കാണത്തില്ല. എന്നും നമ്മൾ അനുദപിക്കണം. കർത്താവേ, ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും 5 ഇന്ദ്രിയങ്ങൾ. യോബ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ദൈവത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉടമ്പടി ചെയ്തു. എൻ്റെ ചെവിയുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് ഉടമ്പടി ചെയ്തു. ചിലർക്ക് ഭൂതം ഇരിക്കുന്നത് വായ്ക്കകത്താണ്. കാരണം അവർ വായി തുറന്നു കഴിഞ്ഞാൽ ഭൂതത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പറയത്തുള്ളൂ. ഇല്ലാത്ത അപവാദങ്ങളും കുറ്റങ്ങളും കുറ്റാരോപണങ്ങളും ഭിന്നതകളും ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാക്കുന്നു. അസൂയ കുശുമ്പിൻ്റെയും വാക്കുകൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. വായ്ക്കകത്ത് ഭൂതം ഇരുന്ന് എന്ത് ചെയ്യുന്നു? സംസാരിക്കും. ചിലർക്ക് വായ്ക്കകത്ത് ഭൂതമില്ല, പകരം ചെവിയിലാണ് ഇരിക്കുന്നത് ഭൂതം. കാരണം അവർ സംസാരിക്കത്തില്ല. ആരെയും കുറിച്ച് അവരെന്ത് ചെയ്യത്തില്ല? ഒന്നും സംസാരിക്കത്തില്ല. കാര്യം അവരെ വായ്ക്കകത്ത് ഭൂതമില്ല. പക്ഷെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യണം? അറിയണം, കേൾക്കണം. കാരണം ആ ചെവിക്കകത്ത് ഭൂതം എന്ത് ചെയ്യുന്നു? കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂതം ചെവിക്കകത്തിരിക്കും. ചിലർക്ക് വായ്ക്കകത്തും ഭൂതം കാണത്തില്ല, ചെവിക്കകത്തും ഭൂതം കാണത്തില്ല, ഹൃദയത്തിനകത്തിരിക്കും. എല്ലാം വീക്ഷിച്ചുകൊണ്ട് നടക്കും. കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യും? ആര് പറയണത് കേൾക്കണ്ട, ആരെക്കുറിച്ച് അവർക്കൊന്നും പറയാനും ഇല്ല. പക്ഷെ എല്ലാവരെയും കുറിച്ച് വീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നടക്കും. അപകടകരമായ മേഖലയിലാണ് ആത്മീയ ലോകത്തിലുള്ള പലരും എന്ത് ചെയ്യുന്നത്? ആയിരിക്കും. കർത്താവേ, ഞങ്ങൾക്ക് വായ്ക്കകത്തും ഭൂതം വേണ്ട, ചെവിക്കകത്തും വേണ്ട, ഹൃദയത്തിനകത്തും ഭൂതം വേണ്ട. യെഹെസ്കേലിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ വായി തുറക്കും. ദൈവം സംസാരിക്കുമ്പോൾ വായി തുറക്കണം. ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ വായി തുറക്കണം. ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് എന്ത് ചെയ്യും? തരും. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്തിൽ പറയുന്നു, ശിഷ്യന്മാരുടെ ചെവി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് തരും. ശിഷ്യന്മാരുടെ ചെവിയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ചെവി കൊണ്ട് മനുഷ്യന്റെ കാര്യം എന്ത് ചെയ്യും? കേൾക്കും. മറ്റേ ചെവി ദൈവശബ്ദം എന്ത് ചെയ്യും? കേൾക്കും. ശുശ്രൂഷ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയാണെന്നുള്ള കാര്യത്തോടു കൂടി എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിൻ്റെ അരുളപ്പാടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടേ മതിയാകും. നമ്മൾ രൂപാന്തരപ്പെട്ടേ മതിയാകും. ഈ പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ കടന്ന് കയറ്റം അല്ലെങ്കിൽ കടന്നാക്രമണം മാനസാന്തരത്തിൻ്റെ പ്രസക്തി എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുക. പൗലോസ് അപ്പോസ്തലന് ദർശനം കിട്ടുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. മാനസാന്തരം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ കൊന്നുകളയാൻ എന്ത് ചെയ്തു? യഹൂദന്മാര് തീരുമാനിച്ചു. അപ്പോൾ മാനസാന്തരം ആൾക്കാർക്ക് കൊന്നുകളയാൻ തക്കവണ്ണം ഉള്ള ഒരു വികാരം എന്ത് ചെയ്യും? ഉണ്ടാവും. കാര്യം ഉള്ളതുപോലെ എന്ത് ചെയ്യും? പറയും. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിൽ പിന്നെ യെരുശലേമിലും പിന്നെ യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും എന്ത് ചെയ്യണമെന്നാണ്? ജാതികളായിട്ടുള്ളവരോട് അവരെന്ത് ചെയ്യാൻ പറഞ്ഞു? വിശ്വസിക്കുക എന്നാണ് പറഞ്ഞത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാം. വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയാന്നല്ല, മാനസാന്തരപ്പെട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാം. ഇന്ന് വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വിശ്വസിച്ച് അപ്പം തന്നെ തിരിയും ദൈവത്തിങ്കിലേക്ക്. പക്ഷെ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. ആരൊക്കെ തിരിയണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ദമസ്കോസിലുള്ളവർ, യെരുശലേമിലുള്ളവർ, യഹൂദ്യ ദേശത്തുള്ളവർ എങ്ങുമുള്ളവരും പിന്നെ പറഞ്ഞിരിക്കുന്ന സകല ജാതികളായിട്ടുള്ളവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം എന്നുള്ളത് പൗലോസിന്റെ സ്വന്തം കണ്ടുപിടുത്തമാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ ദർശനം തനിക്കുണ്ടായി. എന്തിനെ കുറിച്ചുള്ള ദർശനം ഉണ്ടായി? മാനസാന്തരപ്പെടേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് ദർശനം ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ഒരു ശുശ്രൂഷക്കാരന് സ്വർഗത്തിൽ നിന്ന് ദർശനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവെന്താണ്? അവൻ മാനസാന്തരത്തിന്റെ പ്രസംഗിക്കും. ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ദർശനം അവൻ എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്നുള്ള ദർശനം ലഭിച്ചിട്ടുള്ളവൻ ക്രൂശിന്റെ വചനം എന്ത് ചെയ്യും? പ്രസംഗിക്കും. അത് നശിച്ചു പോകുന്നവർക്ക് എന്താണ്? പോഷത്വമാണ്. ക്രൂശിന്റെ വചനം രക്ഷയിലേക്ക് നയിക്കും. ക്രൂശിന്റെ വചനം ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കും, ശുദ്ധീകരണത്തിലേക്ക് നയിക്കും.
അവനെ നിത്യരക്ഷയിലേക്ക് ക്രൂശ് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അപ്പോൾ സ്വർഗീയ ദർശനം ലഭിച്ചിട്ടുള്ളവരുടെ ശുശ്രൂഷകളിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്ത്? മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം എന്ന് പറയുകയും രണ്ടാമത് പറയുന്നത് എന്താണ്? മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യും വേണം. മാനസാന്തരപ്പെടുകയും വേണം. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി എന്ത് ചെയ്യണം? ചെയ്യണം. സക്കായിയെ കുറിച്ച് നമുക്കറിയാം. സക്കായി ചുങ്കക്കാരനാണ്. പക്ഷെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാനസാന്തരത്തിന് തക്കതായ പ്രവൃത്തി സക്കായി എന്ത് ചെയ്തു? ഇത് നിമിത്തം പൗലോസിനെ എന്ത് ചെയ്തു? കൊന്നുകളയാൻ തക്കൊണ്ട് ശ്രമിച്ചെന്നാണ് 21 വാക്യത്തിൽ. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. ആമേൻ. അപ്പൊ കൊല്ലാൻ ശ്രമിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള സുവിശേഷ വേലയല്ല എന്ത് ചെയ്യുന്നത്. അപ്പോസ്തലപ്രവൃത്തി 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു. അപ്പോൾ പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ വിശ്വസിച്ചാൽ എന്ത് ചെയ്യത്തില്ല? പാപങ്ങൾ മാഞ്ഞു കിട്ടത്തില്ല. പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക് തിരിയണം. എന്തിനു വേണ്ടി ദൈവത്തിങ്കിലേക്ക് തിരിയണം? മാനസാന്തരത്തിന് വേണ്ടി തിരിയണം. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ 8-ാം വാക്യം, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ഈ ലേഖനത്താൽ ഞാൻ വിശ്വാസികൾ എന്ത് ചെയ്തു? ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലേഖനത്തിലൂടെയുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് എന്തുണ്ടായി? പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച പാപബോധത്തിലൂടെ ഉണ്ടായ ദുഃഖമുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ദുഃഖമുണ്ടായതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു, അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുൻപേ അനുതപിച്ചുവെങ്കിൽ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ ജനത്തിന് എന്തുണ്ടായി? മാനസാന്തരത്തിനായിട്ടുള്ള ദുഃഖം എന്ത് ചെയ്തു? ഉണ്ടായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ജനഹൃദയത്തിൽ അനുതാപത്തിന്റെ ദുഃഖം എന്ത് ചെയ്തു? കൊണ്ടുകൊടുത്തു. ജനം പൊട്ടിക്കരഞ്ഞും നിലവിളിച്ചും തറയിൽ കിടന്ന് ഉരുണ്ടും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഭൗമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടുന്നതിന് ആർത്തി മൂത്തിട്ടാണ് തറയിൽ കിടന്ന് എന്ത് ചെയ്യുന്നത്? ഉരുണ്ട് പരണ്ട് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അനുദപിച്ച് തറയിൽ വീഴുന്ന എന്ത് ചെയ്യണം? നിലവിളിച്ച് കരഞ്ഞ് മാറത്തടിച്ച് ഉരുണ്ട് പരണ്ട് ദൈവത്തോട് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലാണ് ഞാൻ സന്തോഷിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരം അത്രേ നിങ്ങൾ ദുഃഖിച്ചത്. അപ്പോൾ ഇവിടെ ശുശ്രൂഷക്കാരൻ പറയുകയാണ്, ഞാൻ നിമിത്തം നിങ്ങളിൽ നിന്ന് ഒരു ഛേദവും നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല? വന്നില്ല. ഞാൻ നിങ്ങളുടെ സമ്പത്ത് അപഹരിച്ചപ്പോൾ എന്നാലും കള്ള ഉപദേശി എന്നിൽ നിന്ന് ഇത്ര സമ്പത്ത് എന്ത് ചെയ്തു? അപഹരിച്ചല്ലോ എന്നോർത്തുള്ള ദുഃഖമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഉണ്ടായത്. എന്തെങ്കിലും ദോഷം ചെയ്തു കളഞ്ഞല്ലോ എന്നോർത്തുമല്ല ജനം എന്ത് ചെയ്തത്? ദുഃഖിച്ചത്. എന്ത് നിമിത്തം ദുഃഖിച്ചു? വചനത്തെ അയച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ദൈവഹിതപ്രകാരമുള്ള മാനസാന്തരത്തിന്റെ ദുഃഖം ഉണ്ടായി. മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ദുഃഖം എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ഇതിനെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചില പറയാം, ഞാൻ ഈ ദുഃഖത്തിലൂടെ നടന്നു പോകുന്നത് ദൈവം എനിക്കൊരു വചനം കാണിച്ചു തന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ട് നടക്കണം. ദൈവഹിതപ്രകാരമുള്ള ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ, മാനസാന്തരപ്പെടാനുള്ള ദുഃഖം. അത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കഷ്ടപ്പാടോ ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ ഇത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് എന്ന് പറഞ്ഞ് ദൈവം എനിക്ക് വചനത്തിലൂടെ, കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 9-ാം വാക്യം വായിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു വന്നു. ഈ ദുഃഖം എന്ത് ദുഃഖമാണ്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിനെ ചുമന്നുകൊണ്ട് നടക്കുക. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഒന്നേ ഉള്ളൂ, മാനസാന്തരപ്പെടാനുള്ള പാപബോധം കൊണ്ടുള്ള ദുഃഖം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ദുഃഖം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് ഏറ്റു പറഞ്ഞ് അനുതപിച്ച് ഉപേക്ഷിച്ച് അതിനെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാതെ പരിശുദ്ധാത്മാവിന്റെ ദുഃഖം നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്തില്ല? നീങ്ങിപ്പോകത്തില്ല. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ആ അനുതാപം വരാത്ത മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉപേക്ഷിച്ച കാര്യത്തെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നില്ല? അനുതപിക്കുന്നില്ല.
ഇന്ന് ഒത്തിരി ആൾക്കാരെന്താണ്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പണ്ടത്തെ കാലത്തിൽ ഇവർ കൊണ്ട് നടന്ന പല കാര്യങ്ങളും ഉപേക്ഷിച്ചതിന്റെ ദുഃഖവും കൊണ്ടാണ് പല വിശ്വാസികളും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞ എന്താണ്, അനുതാപം വരാത്ത മാനസാന്തരം. ഉപേക്ഷിച്ച കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തില്ല, ഒരു അനുതാപമല്ല, സന്തോഷമേ ഉള്ളൂ. ആ സന്തോഷത്തോടാണ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ, ആരാധിക്കുക. ഇന്ന് വിശ്വാസത്തിൽ വന്നു പോയല്ലോ എന്നോർത്ത് പഴയ കാലത്തിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് ദുഃഖിച്ചാണ് ദൈവസന്നിധിയിൽ പലരും എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു, അനുതാപം വരാത്ത മാനസാന്തരം. അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയിലേക്ക് ഉളവാക്കുന്ന അല്ലെങ്കിൽ രക്ഷയിലേക്ക് നയിക്കുന്ന അനുഭവത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തിയെ കൊണ്ടുവരുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. അപ്പോൾ എന്ത് ദുഃഖമാണ് നമുക്ക് ആവശ്യം? നിത്യതയിലേക്ക് എത്തിച്ചേരാനുള്ള ദുഃഖമാണ് നമുക്ക് ആവശ്യം. അതെന്തിനെ ഓർത്തുള്ള ദുഃഖം? ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു പോയല്ലോ, ദൈവമേ എന്നോട് എന്ത് ചെയ്യണമേ, ക്ഷമിക്കണമേ. ഞാനിതാ എന്ത് ചെയ്യുന്നു, മാനസാന്തരപ്പെടുന്നു. ആഴത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, മാനസാന്തരപ്പെടുന്നു. മാത്രമല്ല, ഞാൻ ആ പാപത്തെ എന്ത് ചെയ്യുന്നു, ദൈവസന്നിധി ഏറ്റു പറയുന്നു. സ്വർഗത്തോടും നിന്നോടും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ കർത്താവേ, ഈ എല്ലാ ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നു, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് ദൈവത്തിന് കരുണയുണ്ടാകും. ഒരുവൻ തൻ്റെ ജീവിതത്തിൽ പാപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. ഏറ്റുപറയുന്നുവെങ്കിലോ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, 26-ാം വാക്യം മുതൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണത്. പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം ഹൃദയം നമുക്ക് തന്നെ എന്ത് ചെയ്യത്തില്ല, പിടിക്കത്തില്ല. ദൈവം പറയുന്നത് എന്താണ്? ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഗ്ലോറി ടു ഗോഡ്. പഴയ ഹൃദയവും ആ പഴയ ഹൃദയത്തിൽ വ്യാപരിച്ച പഴയ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതിയുടെ ആത്മാക്കളെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു, പുറത്താക്കി കളഞ്ഞു. പുതിയൊരു ആത്മാവ്, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. മാത്രമല്ല, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കിക്കളയും. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്ന ദുഷ്ടഹൃദയത്തെ ദൈവം എന്ത് ചെയ്യും, നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തന്ന് കല്ലായുള്ള ഹൃദയത്തെ ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുമ്പോൾ എൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നടക്കുമാറാക്കും. നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ ആ ചട്ടങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഒരു കാലത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും, അനുസരിക്കും. ഓ ഹല്ലേലൂയ. ദൈവം തരുന്ന പരിശുദ്ധാത്മാവ് എത്ര ശ്രേഷ്ഠതയേറിയ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവമല്ലാതെ ഒരു അന്യദേവന്മാരും നമ്മെ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. ഒരു വിഗ്രഹവും നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്, നമ്മൾ വയ്ക്കരുത്. അല്ലെ, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. അവയെ നമസ്കരിക്കുകയും അരുത്. ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. ആഭിചാരം ചെയ്യുന്നവർ വരെ എന്ത് ചെയ്തു, മാനസാന്തരപ്പെട്ടു. ആലോചിച്ച് നോക്കണം, അന്നത്തെ സുവിശേഷത്തിന്റെ മാനസാന്തരത്തിന്റെ ആവശ്യകതയുടെ സന്ദേശം പ്രസംഗിച്ചപ്പോൾ
ആഭിചാരം ചെയ്യുന്നവർ, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് പരസ്യമായിട്ട് എന്ത് ചെയ്തു? കത്തിച്ച് കളഞ്ഞു. ആ രീതിയിലുള്ള മാനസാന്തരത്തിന്റെ സുവിശേഷമാണ് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നത്? പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുന്നത്, നീ രക്ഷിക്കപ്പെടേണ്ടുന്നതിന് നിന്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ തടസ്സം ഇവിടെ പറയുന്നു, ഹൃദയത്തിലെ എന്താണ്? ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളഞ്ഞു. ഇതെങ്ങനെ കഴുകിക്കളയാൻ കഴിയും? യേശുവിന്റെ രക്തത്താൽ, അവന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, ക്രൂശിന്റെ വചനത്താൽ കഴുകിക്കളയാൻ കഴിയും. രക്ഷിക്കപ്പെടണമെങ്കിൽ ഹൃദയത്തിന്റെ ദുഷ്ടത എന്ത് ചെയ്തേ പറ്റൂ? കഴുകിക്കളഞ്ഞേ പറ്റൂ. യിരെമ്യാവ് 4:14 വായിച്ചത്. നീ രക്ഷിക്കപ്പെടേണ്ടുന്നതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളഞ്ഞു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടേ മതിയാവും, അനുതപിച്ചേ മതിയാവും, രൂപാന്തരപ്പെട്ടേ മതിയാവും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് മതിയാവും. ഹൃദയത്തിലെ സകല ദുഷ്ടതകളും എന്ത് ചെയ്യണം? കഴുകി കളഞ്ഞുകൊണ്ട് കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കാൻ നാം തീരുമാനമെടുക്കണം. ലൂക്കോസ് സുവിശേഷം വരുമ്പോൾ 13-ാമത്തെ അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. വചനത്തിൽ നാം കാണുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്ന് സകലതും എന്ത് ചെയ്യും? താളടിയായി പോകും. താളടിയായി പോകാതിരിക്കണമെങ്കിൽ അവിടെ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നിത്യമായ നരകത്തിൽ നശിച്ചു പോകും. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ എൻ്റെ പുത്രനായ ക്രിസ്തു ഒരുക്കിയ രക്ഷാപദ്ധതിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾ തിരിക്കപ്പെട്ടു. പുതിയൊരു ഹൃദയത്തിന് വേണ്ടി വാഞ്ചിച്ചുകൊണ്ട്, സ്ഥിരമായൊരു ആത്മാവിന് വേണ്ടി വാഞ്ചിച്ചുകൊണ്ട്, മാനസാന്തരത്തോടുകൂടി രക്ഷയുടെ അനുഭവത്തിൽ, നീതീകരണത്തിൻ്റെ അനുഭവത്തിൽ, ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ, തേജസ്കരണത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിനോട് കൂടെ നടക്കുവാൻ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ അനുതപിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും അനുതപിച്ചു, മാനസാന്തരപ്പെടാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും മാനസാന്തരപ്പെട്ടു, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് നമുക്ക് ധൈര്യം തരുന്നു. പിൻപിലുള്ളത് നീ ഓർക്കേണ്ട. ഗ്ലോറി ടു ഗോഡ്. ഞാൻ പുതിയതൊന്ന് നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പിൻപിലുള്ളത് മറന്ന് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ നമ്മൾ ആ ഓട്ടത്തിലാണ് നമ്മളായിരിക്കുന്നതെങ്കിൽ നമ്മൾ വിരുദ് പ്രാപിക്കും. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എല്ലാവരും ഓടുന്നുണ്ടെങ്കിലും വിരുദ് പ്രാപിക്കുന്നത് ഒരുവനത്രേ. മാനസാന്തരത്തോടെ ഓടുവേൻ, അനുതപിച്ചുകൊണ്ട് ഓടുവേൻ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഓടുവേൻ. ആ ഓട്ടത്തിൽ നമുക്ക് നിത്യജീവൻ എന്നുള്ള അവകാശം, ആ വിരുദ് നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.